ഹായ് ഗൈസ്, നല്ല കിണ്ണം കാഴ്ച സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ വെൽ ഡിഫൈൻഡ് ആണ്. എന്തായിരിക്കണം ക്യാരക്ടർ, എങ്ങനെയൊക്കെ അത് ബിഹേവ് ചെയ്യണം, എന്തൊക്കെ സിറ്റുവേഷൻ ആണ്, എല്ലാം ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. നമ്മളെ സർപ്രൈസ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരുന്നോ എന്ന് തോന്നിപ്പിക്കുന്ന മൊമെന്റ്സ് ഉള്ള നല്ല സ്ട്രോങ് ആയൊരു സ്ക്രിപ്റ്റ്, വേറെ ലെവൽ ഡയറക്ഷൻ. എല്ലാ ആക്ടേഴ്സിന്റെയും മാക്സിമം അഭിനയത്തിൽ ഔട്ട്പുട്ട് എടുത്ത ഡയറക്ടർ തരുൺ മൂർത്തി. അതിനെല്ലാം ഉപരി ആക്ടിങ്ങിന്റെ പീക്ക് ലെവൽ കാണിച്ചു തന്ന ലാലേട്ടൻ. ഇതെല്ലാം കൊണ്ടും തുടരുന്നില്ല സിനിമ വേറെ ലെവലാണ്. ഇതെല്ലാം മതി ഒരു പടത്തിന് ഹൈ ആവാൻ. പക്ഷെ അവള് വിട്ടുപോകാൻ പാടില്ലാത്ത ഒരാളുണ്ട് ഈ സിനിമയിൽ അഭിനയിച്ച കൊടൂര വില്ലൻ ജോർജ് സാറ്. പ്രകാശ് വർമ്മ നടന്റെ ഒരു അടിപൊളി പെർഫോമൻസ് കൂടെ ഈ സിനിമയ്ക്ക് ഒരു ഭയങ്കര പ്ലസ് ആണ്. അത്രയും ക്രൂരനായ ഒരു വില്ലൻ ഇല്ലോണ്ടാണ് ലാലേട്ടന്റെ മകനെ കൊല്ലുമ്പോൾ നമുക്ക് ഇത്ര ഫീൽ ഉണ്ടാക്കാൻ. ബെൻസിലെ ക്യാരക്ടറിനോട് ജോർജ് മിസ്ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ഫീൽ ആവാൻ കാരണം, നമുക്ക് നേരിട്ടായിട്ട് രണ്ട് അടി പൊട്ടിക്കണം തോന്നാൻ കാരണം പ്രകാശ് വർമ്മ എന്നുള്ള ഒരു നടന്റെ വില്ലനിസത്തിന്റെ പീക്ക്നെസ് കാണിച്ചുകൊണ്ട് തന്നെയാണ്. അത് കിടലായി പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ആദ്യം തന്നെ പറയാം, ഇതിൽ കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടാവേ. അപ്പൊ ഇതിൽ ജോർജ് സാറ് വരുന്ന നോക്കൂ, ഹലോ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. എത്ര ഫ്രണ്ട്ലി ആയ ഒരു പോലീസ് ഓഫീസറാണ്. കാർ തരൂ ചോദിച്ചപ്പോ അപ്പൊ തന്നെ അന്നത് എടുത്തിട്ട് പോയിക്കോ പറഞ്ഞു. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അത്രയും ഫ്രണ്ട്ലി, കൂൾ, ഈസി, ജില്ലായ ഒരു മനുഷ്യൻ ഇങ്ങനത്തെ ഒരു വേർഷൻ ഓഫ് വില്ലനിസം ഉണ്ട് എന്നുള്ളത് ഒരു കാരണവശാലും ജോർജ് സാറിന്റെ ഇൻട്രോയിലോ, ജോർജ് സാറിനെ കാണിക്കുന്ന ഫസ്റ്റ് സീനിലോ, അതിന് തുടർന്നുള്ള സീനുകളിലോ, കല്യാണത്തിന് ഇവർ ഒരുമിച്ച് പോകുമ്പോഴോ എവിടെയില്ല. ഭയങ്കര കൂളായിട്ടുള്ള കഥകളൊക്കെ പറയുന്ന, തമാശ പറയുന്ന കൂളായൊരു പോലീസുകാരൻ. ബെൻസിനോട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നു, ഫ്രണ്ട്ലി ആയി സംസാരിക്കുന്നു. അങ്ങനെ ഒരു വൈബ് പിടിച്ചിട്ടായിരുന്നു തുടക്കം. അത് കൂടാതെ കല്യാണത്തിന് പോയപ്പം ജോർജ് സാറിന്റെ ഡാൻസ് ഒക്കെ ഉണ്ട്. വെള്ളടിച്ച് ആ ഫ്രണ്ട്സ് ടീമുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതും അവരുമായിട്ട് അർമാദിക്കുന്ന സീനുകളിലൊക്കെ കാണുമ്പോൾ അയ്യോ എന്തൊരു വൈബോളി മനുഷ്യൻ. അതിന്റെ കൂടെ ബെൻസിനോട് ഡാൻസ് ചെയ്യാൻ പറയുന്നു, വേണം വെള്ളടിച്ചോ പറയുന്നു. എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പോലീസുകാരന്റെ അനിയത്തിയുടെ കല്യാണം കഴിക്കുന്ന വീട്ടിലേക്ക് ഇത് കൊടുക്കണം അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വളരെ തഞ്ചത്തിൽ ഇറങ്ങുന്നതും, അതിനുശേഷം കാട് കയറുമ്പോ ആണ് ശരിയായ ജോർജ് സാർ എന്താണെന്ന് റിവീൽ ചെയ്യപ്പെടുന്നത്. അതും ഭയങ്കര സ്ലോ ട്രാൻസ്ഫോർമേഷൻ ആണ്. ബെൻസ് പോവാൻ തിടുക്കം കാണിക്കുന്നുണ്ട് എന്ന് കാണിക്കുമ്പോൾ പുള്ളിക്കാരൻ റേസ് ആയി തുടങ്ങുന്നതും വളരെ ലൈറ്റ് ആയിട്ടാ, ഹൈ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ കൂടി 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 ലാസ്റ്റ് കാട് കയറി, മല കയറി, വെള്ളം കയറിയപ്പോഴാണ് മനസ്സിലായത് ഇതിലൊരു സംഭവം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് കാറിൽ. എന്നെ ടേണിംഗ് പോയിന്റ് ജോർജ് സാറിന്റെ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. പെട്ടെന്നൊരു ഹൈ വില്ലനിസം പുള്ളിക്കാരെ കാണിക്കുന്നുണ്ട്. നമ്മൾ നടുങ്ങിപ്പോകുന്ന ഒരു മൊമെന്റ് ഉണ്ട് ഈ ഇന്റർവെലിനോട് അടുത്ത്. ഹെവി ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇന്റർവെലിന് ശേഷം അയാൾ ഓരോ ക്യാരക്ടറും പ്രവൃത്തിയും മനസ്സിലാക്കുമ്പോൾ അയാൾ എത്ര ക്രൂരനാണ്, എത്ര ക്രൂക്കടാന്നൊക്കെ ഉള്ളത് വെളിപ്പെട്ട് വരുന്നുണ്ട്. അയാൾ എങ്ങനെയാണ് പോലീസുകാരെ ഉപയോഗിക്കുന്നത്, ആൾക്കാരെ ഉപയോഗിക്കുന്നത്, അയാൾ എങ്ങനെ അയാളെ മകളെ കാണുന്നത്, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് എല്ലാം വെച്ച് കാണുമ്പോൾ ജോർജ് സാർ എന്നുള്ളൊരു ക്യാരക്ടർ കൂടുതൽ റിവീൽ ചെയ്യപ്പെടുമ്പോൾ അത് ബെൻസിനെ പിടിക്കാൻ വേണ്ടി ജോർജ് സാർ പോകുന്ന സമയത്തൊക്കെ ഉള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അന്നേരമാണ് ഡയലോഗ് പറയുന്നത്, ബെൻസെ ഞാൻ ഇതിലപ്പുറം ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, ഇപ്പൊ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഇതേപോലെ ഇറങ്ങി പോകണം, ജോർജ് എപ്പോഴും ജോർജ് ആയിട്ട് തന്നെ നിൽക്കുന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ട്. വൺ പെർഫോമൻസ് ആണ്. ഡയലോഗ്, പ്രസന്റേഷൻ, ആറ്റിറ്റ്യൂഡ്, നടത്തം എല്ലാം കൊണ്ടും ഹൈ ആണ് പ്രകാശ് വർമ്മ. പിന്നെ ഭയങ്കര യുണീക്കായ ഒരു സൗണ്ട് ഉണ്ട്. എല്ലാം നന്നായിട്ട് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം ക്ലൈമാക്സിനോട് അടുത്തുണ്ടാവുന്ന പുള്ളിക്കാരന്റെ അഭിനയത്തിന്റെ മാറ്റങ്ങളെല്ലാം, ഒരു റേഞ്ച് ഓഫ് ആക്ടിങ് പരിപാടികളെല്ലാം പ്രകാശ് വർമ്മ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. സിനിമയുടെ വലിയ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ആക്ടിങ് ഈസ് റിയാക്ടിങ് എന്ന്. അപ്പൊ മോഹൻലാലിനെ പോലൊരു നടനെ അഭിനയിക്കുമ്പോൾ നല്ലൊരു കോമ്പിറ്റന്റ് ആയിട്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ പ്രകാശ് വർമ്മ ഉണ്ടായിരുന്നു. ചില പോയിന്റുകളിൽ ഫസ്റ്റ് ഹാഫിൽ ഓവർ ദ ടോപ്പ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ജോർജ് സാറ്. ലാലേട്ടൻ തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, പ്രിയദർശനായിട്ട് ഒരു പടം എടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് പപ്പു ഇല്ല, ഇന്നസെന്റ് ഇല്ല, നടുവടി വേണുമില്ല, ജഗതി ശ്രീകുമാർ ഇപ്പൊ അഭിനയിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് നല്ല കലാകാരന്മാരെ നമുക്ക് അഭിനയത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ അഭിനയിക്കാതിരിക്കുന്നുണ്ട്. സോ ഒരു പടം എടുക്കുക എന്ന് പറയുന്നത് പ്രയാസപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. സോ നല്ല നടന്മാരുടെ കൂടെ അഭിനയിക്കണം, അപ്പോ കിട്ടുന്ന ഒരു പ്ലസ് ഉണ്ടല്ലോ, അത് സിനിമക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ പടത്തിന്റെ നെടുന്തൂണ് പറഞ്ഞത് ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടനാണ് ഈ പടം ഡ്രൈവ് ചെയ്ത്. ബെൻസിലൂടെയാണ് നമ്മൾ സിനിമയും ആൾക്കാരെയും എല്ലാം പരിചയപ്പെടുന്നതും കാണുന്നതും എല്ലാം. ലാലേട്ടൻ ആദ്യത്തെ വരവ് കാർ ഡ്രൈവറായിട്ട്, സാധാരണ ഒരു കാർ ഡ്രൈവർ, ഒരു സുഹൃത്ത് ഗ്യാങ് ഉണ്ട് ബെൻസിന്. അതായത് പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചപ്പോൾ ഉള്ള കുറെ ഫ്രണ്ട്സും ഇപ്പോഴത്തെ കുറച്ച് ഫ്രണ്ട്സും, ആ ഗ്യാങ്ങിന്റെ ഇടയിൽ മാത്രം ഒരുപാട് സംസാരിക്കുന്ന, വാതോരാതെ സംസാരിക്കുന്ന, വളരെ ഫ്രീ ആയി സംസാരിക്കുന്ന, ഭാര്യയും മക്കളോടൊക്കെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ബെൻസ്. ഒരു സാധാരണ കാർ ഡ്രൈവറിന്റെ
ഒരു മാൻറസം ലാലേട്ടൻ ആദ്യം കാണിക്കുന്നുണ്ട്. ലാലേട്ടന്റെ ഇൻട്രോ പാർട്ടിലുള്ള കാർ ഡ്രൈവിലൊക്കെ ഒരു പക്ക സാധാരണക്കാരനായിട്ട് ലാലേട്ടൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്താ പറയാ, ജോർജ് സാറിനെ കാണുമ്പോഴും സ്റ്റിൽ പോലീസ് സ്റ്റേഷനിൽ കാർ എടുക്കാൻ പോകുന്നതും ജോർജ് സാർ വളരെ നന്നായി പെരുമാറി കീ കൊടുക്കുന്നതും അത് വിശ്വസിച്ച് പോകുന്ന സാധാരണ ഒരു കാർ ഡ്രൈവർ, ടാക്സി ഡ്രൈവർ. അത് ലാലേട്ടന്റെ ബോഡി മാൻറസത്തിലും ആക്ടിങ്ങിലും വാക്കിൽ നടത്തത്തിലും എല്ലാത്തിലും ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ജോർജ് സാറിനെ വിശ്വസിച്ച് കഥകളൊക്കെ പറയുകയും ഫ്രണ്ട്ലി ആയി സംസാരിക്കുന്ന നമ്മളൊക്കെ ഡെയിലി കാണുന്ന ഒരു സാധാരണക്കാരിൽ ഒരാളായിട്ട് ലാലേട്ടൻ നിന്നിട്ടുണ്ട്. അത് ഇന്റർവെൽ വരെ ലാലേട്ടൻ കീപ്പ് ചെയ്തിട്ടുണ്ട്, ഒട്ടും മാറിയിട്ടില്ല. ഇന്റർവെല്ലിനടുത്ത് ഈ ഒരു കാര്യങ്ങൾ റിവീൽ ആവുമ്പോൾ ഒരു നടുക്കം സംഭവിക്കുന്നു നമുക്ക്. ആ നടുക്കത്തിൽ ലാലേട്ടൻ ഇരിക്കുന്ന ഒരു സീനുണ്ട് കാറിന്റെ ഉള്ളില്. ബാക്കി പോലീസുകാരെല്ലാം കൂടി കാര്യങ്ങൾ കാറിന്റെ ഉള്ളിൽ ചെയ്യുമ്പോൾ ആ മരവിച്ചിരിപ്പുണ്ടല്ലോ, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സീൻ. പിന്നെ ഒരു സമയത്ത് സ്വന്തം മോന്റെ ഈ ഒരു സ്റ്റോറി അറിയുമ്പോൾ ആ ബാത്റൂമിന്റെ ഉള്ളിലുള്ള സീനൊക്കെ ഉണ്ട്, കരഞ്ഞു വീഴുന്ന സീനുകളൊക്കെ ഉണ്ട്. അതാണ് ഹൈ പെർഫോമർ ലാലേട്ടൻ നമുക്ക് ഈ സിനിമയിൽ കാണാം. അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ മരവിപ്പിച്ചിരിപ്പ് കൊണ്ട് കാര്യമില്ല, ഞാൻ ഇറങ്ങി പുറപ്പെട്ടില്ല, എന്റെ മകനുള്ള നീതി കിട്ടില്ല, എന്റെ കുടുംബത്തിന് നീതി കിട്ടില്ല, എനിക്ക് നീതി കിട്ടില്ല പറഞ്ഞ ഒരു അഭിനയത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് ലാലേട്ടൻ ചെയ്തൊക്കെ വേറെ ലെവലാക്കിണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു തരുൺ മൂർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഷോട്ട് എടുത്തപ്പം കട്ട് ചെയ്തില്ല എന്ന്. അഭിനയിച്ച സീൻ കഴിഞ്ഞു പക്ഷെ കട്ട് ചെയ്തില്ല. അതാണ് തോന്നുന്നു ഈ സക്സസ് ട്രെയിലറിലും കാണിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ലാലേട്ടൻ ഒരു ട്രാൻസ്ഫോം ചെയ്ത് ചിരിച്ചു വരുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായ ട്രാൻസ്ഫോർമേഷൻ സംഭവങ്ങളാണ്. ഞാൻ റിവ്യൂല് പറഞ്ഞ പോലെ തന്നെ ഈ ലാലേട്ടൻ നോക്കുന്നുണ്ട് ലാസ്റ്റ് ശോഭന മാമിനെയും കുട്ടികളെയും, ആ നോട്ടം. പിന്നെ അതുപോലെ തന്നെ ഈ ലാസ്റ്റ് ക്ലൈമാക്സിൽ കാടിന്റെ ഉള്ളില് നമ്മളെ ജോർജ് സാറേയും മറ്റേ ബിനു പപ്പുവിനൊക്കെ സൈഡാക്കിയിട്ട് ശേഷമുള്ള ഒരു സീൻ ഉണ്ട്. എന്നുവെച്ചാല് എല്ലാം ചെയ്താലും മകന് തിരിച്ചു കിട്ടില്ലല്ലോ എന്നുള്ളൊരു നോട്ടോ, എന്നാൽ ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ താല്പര്യം ഇല്ലാത്ത പെൻസിന് കൊല്ലണ്ടി വന്നതിന്റെ വിഷമം ഒക്കെ നിറഞ്ഞൊരു ഹൈ സീനാണത്. അതാണ് ഇതൊക്കെ ലാലേട്ടന്റെ പീക്ക് ലെവൽ പെർഫോമൻസ് ഉള്ള സീനുകൾ ഒരുപാടുണ്ട് ഈ പടത്തില്. ചില കാര്യങ്ങൾ ലാലേട്ടൻ തന്നെ മുൻകൈ എടുത്ത് ചെയ്തതും സിനിമക്ക് നന്നായിട്ടുണ്ട്. ഇപ്പൊ തരുൺ മൂർത്തി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ മുന്നത്തെ സിനിമകളിലൊക്കെ ലാലേട്ടൻ അയ്യോ എന്ന് പറയുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു, അത് ഈ സിനിമയിൽ കൊണ്ടുവരാൻ ട്രൈ ചെയ്തു. പക്ഷെ അപ്പൊ ലാലേട്ടൻ പറഞ്ഞു അത് വേണ്ട മോനെ, അത് ഓൾറെഡി കഴിഞ്ഞില്ലേ, നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ചില കറക്ഷൻസ് എന്തായാലും സിനിമക്ക് നന്നായിട്ടുണ്ടാവും. കാരണം നമ്മൾക്കൊരു പഴയ ലാലേട്ടനെ അല്ല കാണേണ്ടത്, നമുക്ക് ലാലേട്ടന്റെ ഉള്ളിലുള്ള അഭിനയം കിട്ടുന്ന സിനിമകളാണ് കാണേണ്ടത്. പഴയ ഡയലോഗുകളും പഴയ രീതികളും മാത്രം കാണാനില്ല, അത് കാണുന്ന രസമാണ്. ഇപ്പൊ ഇതിലൊരു ചാട്ടമുണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിൽ ഗ്ലാസ് കൈകൊണ്ട് ഇടിച്ചിട്ട് ഒരു ചാട്ടമുണ്ടല്ലോ, സ്ഫടികത്തിലെ ചാട്ടം, സക്സസ് ട്രെയിലറിലൊക്കെ കാണിക്കുന്ന ആ ഒരു ചാട്ടം ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം തന്നെയാണ്. അതുണ്ട്, അതില്ല ഞാൻ പറയില്ല. പക്ഷെ എങ്കിലും നമുക്ക് ലാലേട്ടന്റെ കഴിവിന്റെ പുതിയ പുതിയ തലങ്ങൾ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ലാലേട്ടൻ ഇടപെട്ടുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് നല്ലൊരു ഫ്രഷ് ആയ ഒരു ലാലേട്ടനെ തന്നെ കണ്ടത്. അതാണ് ആ ഉറങ്ങിക്കിടക്കുന്ന ലാലേട്ടന് പുറത്തു വരാനുള്ള ഒരു സ്ക്രിപ്റ്റോ ഡയറക്ഷനോ സംഭവം കിട്ടുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു പടം വന്നുകൊണ്ടാണ് നമുക്ക് ലാലേട്ടനെ തിരിച്ചു കിട്ടിയത്. നല്ല സീനുകളും നല്ല സിറ്റുവേഷൻസ് വരുമ്പോഴും നല്ല തിരക്കഥയും നല്ല ഡയറക്ടറുടെ ഒരു വലിയ പ്രധാനമുണ്ട്. കാരണം എങ്ങനെ ലാലേട്ടന്റെ അഭിനയം എടുക്കുക എന്നുള്ളൊരു ഡയറക്ടറിന് മാത്രം കഴിവാണ്. അത് എടുത്തിട്ടുണ്ട്, ടോട്ടലി ഫുള്ളായിട്ട് തരുൺ മൂർത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലും മികച്ചതായ സാധനം ലാലേട്ടന്റെ അടുക്ക് ഉണ്ട്. അത് കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഈ ഒരു പടം കിട്ടിയോണ്ട് തന്നെ നമുക്കൊരു ഹോപ്പ് ഉണ്ട്. ലാലേട്ടൻ ദയവേയും നല്ല സ്ക്രിപ്റ്റുകളും നല്ല ഡയറക്ടറെയും ചൂസ് ചെയ്ത് നല്ല പടങ്ങൾ ചെയ്യുക. തരുൺ മൂർത്തിക്ക് ഇനിയും ലാലേട്ടനെ വെച്ച് കിടിലം പടം ചെയ്യാൻ വലിയ സാധ്യതകളുണ്ട്. അത് കൂടാതെ എല്ലാ നടന്മാരിൽ നിന്നും നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റിയൊരു ഡയറക്ടറാണത്. എന്തായാലും നമ്മൾ ഹൈലി എക്സ്പെക്ടിങ് ആണ് ഈ ഡയറക്ടർ എടുക്കുന്നത്. ലാലേട്ടൻ്റെ എടുക്കുന്നതും ഇതിലും ത്രില്ലിംഗ് ആയ സംഭവമാണ് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിലും താഴെ ഇനി പോകാൻ പറ്റൂല. കാരണം നമുക്ക് ലാലേട്ടൻ തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ പ്രകാശ് വർമ്മ എന്നുള്ള നടനെയും നമ്മൾ ഇനി കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വലിയൊരു റേഞ്ച് ഓഫ് റോൾസ് താങ്കളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പ്രകാശ് വർമ്മ പറയുന്നത് നമ്മളെ മുൻകാല നടൻ ജഗന്നാഥ വർമ്മയുടെ നെവ്യൂ ആണ് കേട്ടാ. ഭയങ്കര സിനിമാ പ്രാന്താരി സിനിമയിലോട്ട് ഇറങ്ങി ചാൻസ് ചോദിച്ച് ഓരോ ഡയറക്ടർമാരുടെ അടുത്ത് പോയി. പക്ഷെ ചാൻസ് കിട്ടാതെ ഫൈനലി ഇപ്പോഴാണ് പുള്ളിക്കാരന് ചാൻസ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു പടം നല്ലൊരു സ്റ്റാർട്ടിങ് തന്നെ ആയിട്ടുണ്ട്. വെയിറ്റിംഗ് ആണ് കൂടുതൽ പടത്തിനായി. അതുപോലെ തന്നെ ലാലേട്ട നമുക്ക് ഇതിലും വലിയൊരു പടം നമ്മൾ കാത്തിക്കുന്നുണ്ട്. പടം 166 കോടി പിന്നിട്ട് കുതിച്ചോണ്ടിരിക്കുവാണ്. തമിഴില് ട്രെയിലർ ഇറങ്ങി, ഇന്നലെ തമിഴ്നാട്ടിൽ ഇറങ്ങി, തെലുഗുവിൽ ഓൾറെഡി ഇറങ്ങി. അപ്പൊ എല്ലാം കൂടി ഹൈ ആയി കുതിച്ചോണ്ടിരിക്കുവാണ്. നിങ്ങൾ ഈ പടം കണ്ടോ? എത്ര തവണ കണ്ടു? എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ചുള്ള ഫീലിംഗ്? ലാലേട്ടനെ കുറിച്ചും പ്രകാശ് വർമ്മയെ കുറിച്ചും പടത്തെ കുറിച്ചും എല്ലാം താഴെ കമന്റ് ചെയ്യണേ. മറക്കാതെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ? റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ ആയി നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.